നമസ്കാരം. കേരളത്തെ ദൈവത്തിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. മതസ്പർദ്ധയില്ലായ്മയും എല്ലാവരും ഏകോദര സഹോദരങ്ങളായി കണക്കാക്കുന്നതും സ്വാതന്ത്ര്യവും അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നമ്മുടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതുമൊക്കെ നമുക്ക് ഏറെ പ്രത്യേകതകളുള്ള ഒരു സംഭവം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഐക്യം ഇല്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കൂടി പരാമർശമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓണമായാലും ബക്രീദ് ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെയായിട്ട് ഒരുമിച്ച് വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് എന്നത് ഒരു സത്യമാണ്. ഈ ക്രിസ്മസ് ഹിന്ദുക്കളും മുസൽമാനുമൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ റംസാൻ മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളും ക്രൈസ്തവരുമൊക്കെ സുഹൃത്തുക്കളാണ് എങ്കിൽ അവർ ഒരുപോലെ തന്നെ ആഘോഷിക്കാറുണ്ട്. ഓണവും വിഷുവുമൊക്കെ അതുപോലെ തന്നെയാണ് മറ്റു മതസ്ഥരും കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം എന്ന രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഓണാഘോഷത്തോടനുബന്ധിച്ച് എത്രയോ ദിവസങ്ങളായിട്ട് ചടങ്ങുകൾ നടത്താറുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ വക അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും വക പ്രത്യേകമായിട്ട് ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. ഓണത്തിന് ഒരാഴ്ച സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നതിന് പ്രധാന കാരണം തന്നെ കുട്ടികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കുക, അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുവാനും ഉല്ലസിക്കുവാനും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുവാനുമുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നത്, പ്രത്യേക ബത്ത കൊടുക്കുന്നത്. അതൊക്കെ ഓണം എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കണം എന്നുള്ള ഒരു പഴയ കാലം മുതൽ നമ്മൾ ആചരിക്കുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് എല്ലാ സർക്കാരുകളും ഈ ഓരോ സർക്കാർ മാറി വരുമ്പോഴും ക്ഷാമബത്ത അതുപോലെ തന്നെ മറ്റ് ഉത്സവ ആനുകൂല്യങ്ങളൊക്കെ നൽകി ഓണത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ തികച്ചും ഖേദകരം എന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം വന്ന ഒരു അധ്യാപികയുടെ ചില കമൻറ്റുകൾ, ചില പരാമർശങ്ങൾ അത് മലയാളികളെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. തൃശ്ശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ, ഇതൊരു പബ്ലിക് സ്കൂളാണ്, ഈ സ്കൂളിലെ ഒരു അധ്യാപിക അവരുടെ മാതാപിതാക്കൾ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഇത് നമ്മളുടെ ജാതിക്ക് നമ്മുടെ മതത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു ആഘോഷമല്ല ഓണാഘോഷം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് ഈ ആഘോഷത്തിനായി വിടാൻ പാടില്ല, അതിന് പ്രത്യേകമായ ഡ്രസ്സ് ധരിക്കണം എന്ന് അവരെ അനുവദിക്കാൻ പാടില്ല, അവരെ അതിൽ നിന്ന് വിലക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അധ്യാപികയുടെ ഒരു വാട്സപ്പ് സന്ദേശം ഇന്നലെ മാതാപിതാക്കളിലേക്ക്, അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുകയുണ്ടായി. എന്നാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഈ വാട്സാപ്പ് സന്ദേശം പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള സങ്കുചിതമായ ചിന്താഗതികളുമായി ഒരാൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ വിലക്കേണ്ടത് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തരം സങ്കുചിതമായ ചിന്താഗതികളുമായി പഠിപ്പിക്കുന്ന ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ അധ്യാപികർ എത്ര കുട്ടികളുടെ കണ്ണാണ് തുറക്കുക, എത്ര കുട്ടികൾക്കാണ് അങ്ങനെ കണ്ണ് തുറക്കുക എന്നതല്ല, എത്ര കുട്ടികൾക്കാണ് അന്ധതയുണ്ടാക്കുക, അവരുടെ മനസ്സിലേക്കാണ് അന്ധത കയറ്റിവിടുന്നത്. ഇത്തരത്തിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഓണത്തെ എന്ന് മാത്രമല്ല നമ്മുടെ ആഘോഷങ്ങളെ വേർതിരിച്ച് കാണാനുള്ള ഇത്തരത്തിലുള്ള അധ്യാപകരുടെ ഈ പ്രവണതയെ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. സസ്പെൻഷനല്ല, ഇവരെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കരുത്. ഇത് പബ്ലിക് സ്കൂളാണ്, പുറത്താക്കാൻ സസ്പെൻഷന് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടേണ്ട കാര്യവുമില്ല. ഇത് അതാത് സ്കൂൾ മാനേജ്മെൻറ്റിന് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവരെ സ്കൂളിലേക്ക് കയറ്റില്ല എന്ന് ശഠിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ആർജവം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള സങ്കുചിതമായ ചിന്താഗതികൾ മനുഷ്യനെ മാറ്റി ചിന്തിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുരുന്നുകൾക്ക് ഇടയിലേക്ക് വലിയ തോതിലുള്ള ആശങ്കകൾ പരത്തും. അവരുടെ ഭാവി ജീവിതത്തിൽ ഇരുളിമ ഉണ്ടാക്കാനായിട്ട് ഇത് വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള അധ്യാപകരെ എന്നല്ല ഏതൊരു വ്യക്തിയെയും ഒറ്റ തിരിച്ച് നിർത്തുക എന്നത് തന്നെയാണ് വേണ്ടത്. കേരളത്തെ പോലെ പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനത്ത് സാംസ്കാരികപരമായിട്ട് അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ. അവർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ വളരാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയേണ്ടി വരും.